Hello, in this section we are discussing about racial classification of India by B.S. Guha. B.S. Guha's racial classification. B.S. Guha അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പോപ്പുലേഷന്റെ റേഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 1937 ഇത് നടത്താൻ വേണ്ടി അദ്ദേഹം 18 മെഷർമെന്റ്സ് ആണ് എടുത്തത്. പ്രധാനമായിട്ടും ഫേഷ്യൽ റീജിയൻസിന്റെയും സെഫാലിക് മീൻസ് സ്കളിന്റെയും മെഷർമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ടോട്ടലായിട്ട് 2511 സാമ്പിൾസ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും 6 മേജർ റേഷ്യൽ ടൈപ്സും 9 സബ് ടൈപ്സും അദ്ദേഹം ഇന്ത്യൻ പോപ്പുലേഷനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് മേജർ ആയിട്ടുള്ള 6 ടൈപ്സ് എന്ന് പറയുന്നത് നിഗ്രിറ്റോ, പ്രോട്ടോ ഓസ്ട്രോയിഡ്, മംഗ്ലോയിഡ്, ദെൻ മെഡിറ്ററേനിയൻ, വെസ്റ്റേൺ ബ്രാച്ചിസെഫാലസ് ആൻഡ് നോർഡിക്. വീണ്ടും ചിലതിനൊക്കെ സബ് ഡിവിഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 9 സബ് ഡിവിഷൻസും മെയിനായിട്ട് 6 ക്ലാസിഫിക്കേഷനുമാണ് ഉള്ളത്. നിഗ്രിറ്റോ നീഗ്രിറ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന പോപ്പുലേഷനാണ് നിഗ്രിറ്റോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആണ് നിഗ്രിറ്റോ എന്ന് പറയാം. നീഗ്രിറ്റോയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ദേ ഹാവ് എ ഡാർക്ക് സ്കിൻ കളർ, ഷോർട്ട് സ്റ്റേച്ചർ പൊക്കം വളരെ കുറവാണ്, ഫ്രിസി ഹെയർ ചുരുണ്ട മുടിയാണ്, അതിൽ തന്നെ ലോങ് ഹെയറും ആവാം അല്ലെങ്കിൽ ഷോർട്ട് സ്പൈറൽസും ആവാം. ഇനി ഹെഡ് എന്ന് പറയുന്നത് സ്മോളോ മീഡിയമോ ലോങ്ങോ ബ്രോഡോ ആവാം, പക്ഷെ ബൾബൂസ് ഫോർഹെഡ് ആണ്, അതായത് ഉരുണ്ട പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫോർഹെഡ് ആണ് ഉള്ളത്. നോസ് എന്ന് പറയുന്നത് ഫ്ലാറ്റും ബ്രോഡുമാണ്. ലിപ്സ് എന്ന് പറയുന്നത് എവേർട്ടഡ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതും തിക്കുമാണ്. ഇനി ഏറ്റവും നല്ല റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള കാഡർ, ഇരുളർ, പുണ്യൻസ് തുടങ്ങിയവയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ റിസംബ്ലൻസ് നമുക്ക് രാജ്മഹൽ ഹിൽസിലുള്ള ട്രൈബ്സിൽ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ഹെഡ് ഫോമും ഹെയർ ഫോമും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ നിഗ്രിറ്റോയുടെ റിസംബിൾസ് വരുന്നത് മെലനീഷ്യൻ പിഗ്മീസ് ആയിട്ടാണ്. ഇരുളർ ഗോത്രവിഭാഗത്തിൽപ്പെട്ട 2 സ്ത്രീകളാണ്. പ്രോട്ടോ ആസ്ട്രലോയിഡ് ഇന്ത്യയിൽ കണ്ടുവന്ന സെക്കൻഡ് ഓൾഡസ്റ്റ് റേഷ്യൽ ഗ്രൂപ്പാണ് പ്രോട്ടോ ആസ്ട്രലോയിഡ്. ഇവിടെ പ്രത്യേകത ഇവർക്ക് ഡൊളിഗോസെഫാലിക് ഹെഡ് ആണ്, അതായത് വളരെ നീണ്ട തലയാണ്, പക്ഷെ വീതി വളരെ കുറവായിരിക്കും. നോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രോഡും ഫ്ലാറ്റുമായിട്ടുള്ള നോസാണ്. അപ്പം തന്നെ അതിൻ്റെ ടിപ്പിൽ റൂട്ട് എന്ന് പറയുന്നത് വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഹൈറ്റ് വളരെ ഷോർട്ടാണ്. കളർ പറയുകയാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ടു നിയർലി ബ്ലാക്ക് ആണ് സ്കിൻ കളർ വരുന്നത്. ഹെയർ എന്ന് പറയുന്നത് വേവി അല്ലെങ്കിൽ കേളിയാണ്. സുപ്ര ഓർബിറ്റൽ റിഡ്ജസ്, അതായത് പുരുകത്തിന് തൊട്ട് അവിടെ കാണപ്പെടുന്ന ഒരു പ്രൊജക്ഷൻ, നമ്മുടെ ഐലിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ ഫീച്ചേഴ്സ് കണ്ടുവരുന്ന ട്രൈബ്സ് പ്രധാനമായിട്ടും താമസിക്കുന്നത് സെൻട്രൽ സൗത്തേൺ ഇന്ത്യയിലാണ്. ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒറാവൻസ്, സന്താൾസ്, മുണ്ടാസ് ഓഫ് ഛോട്ടാനാഗ്പൂർ റീജിയൻ, ചെഞ്ചൂസ്, കുറുംബാസ്, എരുവാസ്, ബഡഗാസ് ഓഫ് സൗത്തേൺ ഇന്ത്യ, ബിൽസ്, കോൾസ് ഓഫ് സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. ദ മംഗ്ലോയിഡ് റേസ്. മംഗ്ലോയിഡ് റേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫേസിലും ബോഡിയിലും ഹെയർ എന്ന് പറയുന്നത് വളരെ സ്കാൻറ്റിയാണ്, വളരെ കുറവാണ്. അപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണാണ്. കണ്ണിന് എപ്പികാന്തിക് ഫോൾഡ് ഉണ്ട്, അതായത് അപ്പർ ലിഡ് എന്ന് പറയുന്നത് കണ്ണിനകത്തൂടെ കയറി വരും, അതായത് ഒരു കണ്ണിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ഫോൾഡ് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ കണ്ണ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്തല്ല കാണുന്നത്, കുറച്ചുകൂടെ ആ ഫോൾഡിനകത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഫേസിൻ്റെ പ്രത്യേകത പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസ് ആണ്, പക്ഷേ പ്രോമിനൻ്റ് ആയിട്ടുള്ള ചീക്ക് ബോൺസ് കാണാൻ സാധിക്കും. ഹെയർ സ്ട്രെയിറ്റ് ആണ്. മംഗ്ലോയിഡ് ഗ്രൂപ്പിനെ 2ആയിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്, പാലിയോ മംഗ്ലോയിഡും ടിബറ്റോ മംഗ്ലോയിഡും. ഇതിൽ പാലിയോ മംഗ്ലോയിഡിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ലോങ് ഹെഡഡും ബ്രോഡ് ഹെഡഡും. പാലിയോ മംഗ്ലോയിഡ് ഗ്രൂപ്പിൽ ലോങ് ഹെഡഡ് ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെഡ് വളരെ ലോങ് ആയിരിക്കും, മീഡിയം സ്റ്റേച്ചർ ആണുള്ളത്, മീഡിയം നോസ് ആണുള്ളത്, ചീക്ക് ബോൺസ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. സ്കിൻ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ തൊട്ട് ഡാർക്ക് വരെ ആവാം. ഫേസ് ഷോർട്ടും ഫ്ലാറ്റും ആണ്. ഇവിടെ പ്രധാനമായിട്ടും താമസിക്കുന്നത് സബ് ഹിമാലയൻ റീജിയനിലും പ്രത്യേകിച്ച് അസം ബർമ ഫ്രോണ്ടിയറിലുമാണ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലിംബസ് ഓഫ് നേപ്പാളും സെമ നാഗോസ് ഓഫ് അസമാണ്. സെമ നാഗോസ് ഓഫ് അസമിലുള്ള 2 പേരെയാണ് കാണിച്ചേക്കുന്നത്.
മറ്റൊരു ഡിവിഷൻ എന്ന് പറയുന്നത് ബ്രോഡ് ഹെഡഡ് ടൈപ്പ് ആണ്. ബ്രോഡ് ഹെഡഡ് ടൈപ്പിന്റെ പ്രത്യേകത ബ്രോഡ് ഹെഡ് ആണ്, റൗണ്ട് ഫേസ് ആണ്, സ്കിൻ കളർ കുറച്ചുകൂടി ഡാർക്ക് ആണ്, മീഡിയം നോസ് ആണ്. ഇനി ഐസ് എന്ന് പറയുന്നത് എപ്പികാന്തിക് ഫോൾഡ് ആണ്. നേരത്തെ പറഞ്ഞ ലോങ് ഹെഡഡ് ടൈപ്പിനെക്കാട്ടും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് ഇവരുടെ ഫേസിൽ എപ്പികാന്തിക് ഫോൾഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ട്രൈബ്സിനെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ചിറ്റഗോങ്, എക്സാമ്പിൾ എന്ന് പറയുന്നത് ചക്മാസ്, മാർക്സ് തുടങ്ങിയവയാണ്. മംഗ്ലോയിഡിന്റെ സെക്കൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടിബറ്റോ മംഗ്ലോയിഡ്സ് ആണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോഡും മാസീവുമായിട്ടുള്ള ഹെഡാണ്, കുറച്ചുകൂടെ പൊക്കമുണ്ട്, ടോൾ ആയിട്ടുള്ള സ്റ്റേച്ചറാണ്. ദെൻ ലോങ് ആൻഡ് ഫ്ലാറ്റ് ഫേസും മീഡിയം ടു ലോങ് നോസുമാണ് ഇവരുടെ പ്രത്യേകത. കണ്ണുകൾ ഒബ്ലീക്ക് തന്നെയാണ്, എപ്പിക്കാന്തിക് ഫോൾഡും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ബോഡിയിലും ഫേസിലും ഒക്കെ ഹെയർ വളരെ കുറവാണ്, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. സ്കിൻ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ടിബറ്റൻസ് ഓഫ് ഭൂട്ടാൻ ആൻഡ് സിക്കിം. Then Mediterranean race, and this group is divided into 3 racial types: Paleo-Mediterranean, Mediterranean and Oriental. Paleo-Mediterranean റേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ഹെഡ് ആണ് വിത്ത് ബൾബസ് ഫോർ ഹെഡ്, വളരെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഫോർ ഹെഡ് ആണ്. ഒപ്പം തന്നെ ഒക്കുപ്പേറ്റ്, അതായത് പുറംതലയും വളരെയധികം പ്രൊജക്റ്റ് ചെയ്താണ് കാണപ്പെടുന്നതും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മീഡിയം സ്റ്റേച്ചോ ആണ്. ഒപ്പം തന്നെ സ്മോളും ബ്രോഡും ആയിട്ടുള്ള നോസ്, നാരോ ഫേസ് ആണ്, പോയിന്റഡ് ചിന്നാണ് അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഫേസിലും ബോഡിയിലും ഒക്കെ എന്ന് പറയുന്നത് ഹെയർ വളരെ സ്കാൻറ്റി ആയിരിക്കും, സ്കിൻ കളർ കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഇനി മെഗാലിത്തിക് കൾച്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പാലിയോ മെഡിറ്ററേനിയൻ റേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇനി ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. ദ്രവിഡിയൻ സ്പീക്കിംഗ് പീപ്പിൾ ആണ് ഇവർ. പ്രധാനമായിട്ടും എക്സാമ്പിൾസ് എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മിൻസ് ഓഫ് മധുരൈ, നായേഴ്സ് ഓഫ് കൊച്ചിൻ ആൻഡ് തെലുഗു ബ്രാഹ്മിൻസ്. മെഡിറ്ററേനിയൻ പീപ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോങ് ഹെഡഡ് ആയിട്ടുള്ള ആർച്ച് ഷേപ്പ് ആയിട്ടുള്ള ഫോർ ഹെഡ് ഉള്ള ആളുകളാണ്. നാരോ നോസ് ആണുള്ളത്, മീഡിയം ടു ടോൾ സ്റ്റേച്ചർ, ഒപ്പം തന്നെ ലൈറ്റ് സ്കിൻ കളറാണ് ഇവരുടെ പ്രത്യേകത. ചിന്ന് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഹെയർ കളർ ഡാർക്ക് ആണ്, ഐ കളർ എന്ന് പറയുന്നത് ബ്രൗണിഷ് തൊട്ട് ഡാർക്ക് കളർ വരെ ആവാം. ഇനി ഫേസിലും ബോഡിയിലും ഒക്കെ ഹെയർ വളരെ ധാരാളമായിട്ടുണ്ട്. ഈ പീപ്പിൾ പ്രധാനമായിട്ടും താമസിക്കുന്നത് ഉത്തർപ്രദേശ്, ബോംബെ, ബംഗാൾ, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്പൂതിരി ബ്രാഹ്മിൻസ് ഓഫ് കൊച്ചിൻ, ബ്രാഹ്മിൻസ് ഓഫ് അലഹബാദ്, ബംഗാളി ബ്രാഹ്മിൻസ് തുടങ്ങിയവയാണ്. അസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങിയത് എന്നാണ്. ദി ഓറിയന്റൽ മെഡിറ്ററേനിയൻ റേഷ്യൽ ഗ്രൂപ്പിന്റെ എല്ലാ റിസംബിൾസും ഉള്ള ഒരു ഗ്രൂപ്പാണ് ഓറിയന്റൽ ഗ്രൂപ്പ്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നോസിൽ മാത്രമാണ്. നോസ് വളരെ ലോങ്ങും ഒപ്പം തന്നെ കോൺവെക്സും ആയിരിക്കും. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബെനി ഓഫ് രാജ്പുതാന, പഞ്ചാബി ഛത്രീസ് ആൻഡ് പത്താൻസ്. വെസ്റ്റേൺ ബ്രാഞ്ചിസെഫാൽസ്. വെസ്റ്റേൺ ബ്രാഞ്ചിസെഫാൽസിനെ നമുക്ക് മൂന്നായിട്ട് വീണ്ടും തരംതിരിക്കാം. ദ ആൽഫിനോയിഡ്, ദിനാരിക്, ദി ആർമിനോയിഡ്. ഇതിൽ ആൽഫിനോയിഡും ദിനാരിക്കും ഇന്ത്യയിൽ എൻട്രി ചെയ്തത് ബലൂചിസ്ഥാൻ വഴി, സിന്ധ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര വഴിയാണ്. ഇനി അവർ സിലോണിലേട്ട് ശ്രീലങ്കയിലോട്ട് പെനിട്രേറ്റ് ചെയ്തത് കർണാടക വഴിയാണ്. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഇൻഡസ് വാലി സൈറ്റ്സിലുണ്ട്, തിരുനെൽവേലിയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. ആൽഫിനോയിഡ് പീപ്പിളുടെ പ്രത്യേകത വളരെ ബ്രോഡ് ആയിട്ടുള്ള ഹെഡാണ്, റൗണ്ടഡ് ഒക്യുപ്യൂട്ട് ആണ്, അതായത് വളരെ ഉരുണ്ട റൗണ്ട് ചെയ്തിരിക്കുന്ന പുറംതലയാണുള്ളത്. മീഡിയം സ്റ്റേച്ചറാണ്, പ്രോമിനൻ്റ് ആയിട്ടുള്ള നോസ് ആണ്, റൗണ്ടഡ് ഫേസ് ആണ് പ്രത്യേകത. ഫേസിലും ബോഡിയിലും അബൻഡൻ്റ് ആയിട്ട് ഹെയർ ഉണ്ട്. സ്കിൻ കളർ വളരെ ലൈറ്റ് ആണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബനി ഓഫ് ഗുജറാത്ത്, ഖത്തി ഓഫ് കത്തിയവാർ, കയസ്ഥാൻസ് ഓഫ് ബംഗാൾ. ദിനാരിക്കിന്റെ പ്രത്യേകത ബ്രോഡ് ഹെഡ് ആണ്, റൗണ്ടഡ് ഒക്യുപ്പേറ്റ് ആണ്, ഹൈ വോൾട്ട് ആണ്, ഉരുണ്ടതായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഹൈറ്റ് കൂടിയ വീതി കൂടിയ തലയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നോസ് ലോങ് ആണ്, ഒപ്പം തന്നെ കോൺവെക്സ് ആണ്. ഫേസും ലോങ് ആണ്. സ്റ്റേച്ചർ എന്ന് പറയുന്നത് വളരെ ടോൾ സ്റ്റേച്ചറാണ് ഇവർ. സ്കിൻ കളർ പൊതുവെ ഡാർക്കാണ്. ഐ ആൻഡ് ഹെയർ കളർ എന്ന് പറയുന്നത് പൊതുവെ ഡാർക്കാണ്. ഇനി ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്രധാനമായിട്ടും താമസിക്കുന്നത് ബംഗാൾ, ഒറീസ, കൂർഗ് തുടങ്ങിയവയിലാണ്. എക്സാമ്പിൾസ് ബംഗാൾ ബ്രാഹ്മിൻസും മൈസൂർ ബ്രാഹ്മിൻസും തുടങ്ങിയവയാണ്.
അർബിനോയിഡ് ഏതാണ്ട് ദിനാരിക്സിനെ പോലത്തെ തന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ്. ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒക്യുപേറ്റ് പുറന്തല എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്പാണ്. നോസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പാർട്സിസ് ഓഫ് ബോംബെ, അതുപോലെ ബംഗാളി വൈദ്യാസ്, കയസ്ഥാനീസ് തുടങ്ങിയവയാണ്. നോർഡിക്സിന്റെ പ്രത്യേകത വളരെ ലോങ് ഹെഡും ഒപ്പം തന്നെ പ്രൊട്രൂഡിങ് ആയിട്ടുള്ള, അതായത് വളരെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പുറന്തലയും ആർച്ചായിട്ടുള്ള ഫോർ ഹെഡുമാണ്. നോസ് സ്ട്രെയിറ്റ് ആണ്, ഹൈലി ബ്രിഡ്ജ്ഡ് ആണ്. ഒപ്പം തന്നെ സ്റ്റേച്ചർ എന്ന് പറയുന്നത് വെരി ടോൾ ആണ്. ഒപ്പം തന്നെ സ്ട്രോങ് ജോയും നല്ല വെൽ ഡെവലപ്ഡ് ബോഡിയും അവർക്കുണ്ട്. ഐ കളർ പൊതുവെ ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ്സിലാണ് വരുന്നത്. ബോഡി കളർ എന്ന് പറയുന്നത് ഫെയറും റെഡിഷ് വൈറ്റും ആയിരിക്കും. ഇനി പ്രധാനമായിട്ടും ഇവർ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലാണ് സ്കാറ്റർ ചെയ്ത് കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് പഞ്ചാബിലും രജ്പുത്താനയിലും. ഇനി ഇവിടെ മറ്റു റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് റെഡ് കാഫിസ്, കോഫ് ചിത്രാൽ, കലാഷ് തുടങ്ങിയവയാണ്. ഇനി ഇവർ പ്രധാനമായിട്ടും വന്നത് സൗത്ത് ഈസ്റ്റ് റഷ്യയിൽ നിന്നും സൗത്ത് വെസ്റ്റ് സൈബീരിയയിൽ നിന്നും ഒക്കെയാണ് ഇവർ ഇന്ത്യയിലോട്ട് സെൻട്രൽ ഏഷ്യ വഴി പെനിട്രേറ്റ് ചെയ്തത്.